ഹലോ, അതെ, ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. മറ്റവനില്ലേ, അവനെ വിളിക്ക്. മറ്റവനെയും മറിച്ചവനെയും ഒന്നും വിളിക്കാൻ പറ്റില്ല. അതെ, കൊച്ചിൻ ബ്രദേഴ്സിലെ ഒരു ബ്രദറാ ഞാനും. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എന്നാ പറയാം. പറയൂ. എടാ പന്നക്കഴിവീറുടെ മോനെ, നിന്നെയൊക്കെ ഉണ്ടല്ലോ തല്ലി കൈയും കാലും ഓടിച്ചു. ഇതായിരുന്ന കാര്യം. അതെ, ഞാൻ മറ്റവനെ വിളിക്കാം. ഗിരീഷ് കൊച്ചിൻ, ഒരു ഫോണുണ്ട്. ആരടാ? നിന്റെ ഏതോ ആരാധകനാണെന്നാ തോന്നുന്നേ. ഈ ആരാധകരുടെ ഓരോ ശല്യേ. എടാ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ കഥ പറയുന്നത്? അതെ. എന്നിട്ട് എനിക്ക് മാത്രം എന്താ ഇത്ര അധികം ആരാധകര്? ഞാനും അത് ആലോചിക്കുന്നത്. ഞാൻ വേണേ കുറച്ചു പേരെ നിനക്ക് തരാം. എനിക്ക് വേണ്ട, നീ തന്നെ മൊത്തമായിട്ട് എടുത്തോ. ചെല്ലേ. ഓ, എന്തേ? അവരവരുടെ സാധനങ്ങൾ അവരവര് തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോ ചില ചുവന്ന ബനിയനിട്ട് തെണ്ടികൾ ബിൽ ക്രീം എടുത്ത് തേക്കും. യെസ്, ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. കള്ള കഴിവേറി. ഹലോ, ഞാൻ സോമന, കലാക്ഷേത്ര കൺവീനർ. ചേട്ടനായിരുന്നോ? ഞാൻ വിചാരിച്ച ചേട്ടനല്ലെന്ന്. മതിയടാ പറഞ്ഞത്. അഡ്വാൻസ് എന്ന കാശുമായിട്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തണം. മനസ്സിലായോടാ ചെറ്റേ? ചേട്ടാ, ചേട്ടൻ നല്ല ബെസ്റ്റ് ആരാധകനല്ലേ? ആരായിരുന്നു അത്? അടുത്ത ആഴ്ച നമ്മുടെ പരിപാടി ബുക്ക് ചെയ്തിട്ടുള്ള കമ്മിറ്റിക്കാരാ. അതെ, എന്താ അയാൾ പറഞ്ഞത്? ഒന്നി കഴിവറുടെ മോനെ, അടിച്ചതിന്റെ കണ്ണിയങ്ങളെയും എന്നാ അയാൾ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് ചെല്ലാൻ. എന്നാ വേഗം ചെല്ല്. നീയും വാ. അയ്യോ, ഞാനിപ്പോ ഒന്നും ശരിയാവില്ല. നമ്മുടെ സുമതി ഇല്ലേ, അവൾ എന്നെ രാവിലെ ഒക്കെ ഒന്ന് ചിരിച്ചു. കുറച്ച് കഴിഞ്ഞൊന്ന് മുട്ടി നോക്കണം, ചിലപ്പോ വീഴാൻ സാധ്യതയുണ്ട്. പൗഡർ ഇടാതെ മുട്ടിയാ മതി, കരിമുട്ടി. ഹലോ. എന്താടി? ദേ, ആ വായി നോക്കി അവിടെ നിൽപ്പുണ്ട്. കാലത്ത് കോളേജിൽ പോകുമ്പോ നിന്നിരുന്ന അതേ നിപ്പ്. ഓടപട്ടി. അയ്യേ അയ്യേ. പോകാം. നല്ല ടയറ്, നല്ല സീറ്റ്, ബെസ്റ്റ് വണ്ടി. നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ. കണ്ണി കണ്ട കമ്മിറ്റിക്കാരെ ചീത്തയൊക്കെ ഞാനുണ്ടല്ലോ. അവര് പിന്നെ